അങ്ങനെ UDF സർക്കാർ PM-ശ്രീ ആയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് സതീശൻ ഒരു വാർത്താ സമ്മേളനം നടത്തി. അതിലാണ് അതിന്റെ കാരണങ്ങൾ, എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്, കുറെ നുണകളും പിന്നെ കുറെ അണികൾക്കുള്ള ക്യാപ്സ്യൂൾസും പിന്നെ എന്നിട്ട് കുറെ കഴിഞ്ഞ സർക്കാരിന്റെ മേലുള്ള പഴികൾ, അവര് കാരണമാണ് മുന്നോട്ട് പോയെന്നുള്ള ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മുന്നോട്ട് പോണതിന് മുമ്പ് 2-3 മാസം പുറകോട്ട് പോകണം. ഇലക്ഷന് മുമ്പ് UDF-ന്റെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് LDF ആയിരുന്നത് CPM BJP ഡീൽ. അപ്പോൾ ആ ഡീലിന് ഇവർ മുന്നോട്ട് വെച്ച ഒരു പർട്ടിക്കുലർ റീസൺ എന്ന് പറയുന്നത് ഈ PM-ശ്രീ പദ്ധതിയായിരുന്നു. ഓർമ്മയുണ്ടോ? അപ്പൊ ഈ ഡീലിൽ നിന്നുള്ള ആരോപണം മാത്രമല്ല, മുസ്ലിംസിനെ CPM-ൽ നിന്ന് അകറ്റാനുള്ള ഒരു തന്ത്രം കൂടിയായിരുന്നു. അത് ഒരു PR വർക്കും കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ. അതൊക്കെ UDF-ന്റെ കഴിവെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ LDF-നെ അത് മര്യാദയ്ക്ക് പ്രതിരോധിക്കാൻ പറ്റാത്തത് LDF-ന്റെ കഴിവുകേടും UDF-ന്റെ കഴിവും അത്ര തന്നെ. പക്ഷെ ഇതിൽ ജനങ്ങളെ പറ്റിച്ച ഒരു ഏർപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡീൽ എന്ന് പറഞ്ഞിട്ട് CPM BJP ഡീൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവരെന്നിട്ട് ചെയ്യണേ, യഥാർത്ഥ ഡീൽ ആയിരം തമ്മിലാന്ന് മലയാളികൾക്ക് പതുക്കെ മനസ്സിലാവും ഇനി അങ്ങോട്ട്. അപ്പോ അന്ന് ഇവര് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ ഈ PM-ശ്രീന്ന് പിന്മാറും, പറഞ്ഞ മനസ്സിലായ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിലാണ് ഇവരുടെ മുസ്ലിം ലീഗിന്റെ UDF-ന്റെ വലിയൊരു ആരാള് KM ഷാജി. അപ്പൊ അവൻ അന്ന് പറഞ്ഞു തന്നിട്ടാ, UDF സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ PM-ശ്രീ പദ്ധതി അറബിക്കടലിലിടുന്ന ആളെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വീഡിയോ ഒക്കെ സർഫസ് ചെയ്യേണ്ടത്. അന്ന് വലിയ വായയിൽ പറഞ്ഞ കാര്യം അത്, പറഞ്ഞ മനസ്സിലായ. അതിലിപ്പോ എന്തായി? 2 ദിവസം മുമ്പ് ആളുടെ വാർത്താ സമ്മേളനം ഉണ്ടായി, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ആള് മലക്കം പറഞ്ഞു. അത് അന്നത്തെ ഒരു ഫ്ലോയില് പറഞ്ഞാണ്, അല്ലെങ്കിൽ എന്നിട്ട് അങ്ങനെ അത് ടെക്നിക്കലായിട്ട് സാധിക്കുന്ന കാര്യമല്ല, ടെക്നിക്കൽ വശം പറയുന്ന ആള്, പറഞ്ഞ മനസ്സിലായി. അപ്പൊ ഇലക്ഷന് മുമ്പ് ജനങ്ങളെ കബളിപ്പിക്കാനായിട്ട് കുറെ വിടുവായുത്തം വിളിച്ച് വിളമ്പിയിട്ട് ഇപ്പൊ ആള് പറയണെന്നിട്ട് അതില് മുന്നോട്ട് പോയോണ്ട് കുഴപ്പമില്ല, സർക്കാരുകൾ തുടർച്ചയാണെന്ന്. അന്ന് പിന്നെ എന്തിനാ LDF-നെ മാറ്റി നിങ്ങള്? അന്ന് അവരെന്നെ പോലെ, പറഞ്ഞ മനസ്സിലായ. അപ്പൊ അതുപോലെ തന്നെ VD സതീശൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നുണ അത് മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടത്. അതായത് മുൻ സർക്കാർ ഇതിൽ നിന്ന് പിന്മാറാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ തന്നെ അതിനുള്ള സംഭവം കിട്ടി. കഴിഞ്ഞ കൊല്ലം 2025 നവംബറിൽ LDF സർക്കാർ ഇതിൽ നിന്ന് പിൻവലിക്കണം എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് കത്തയച്ചതിന്റെ രേഖ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ നുണ പൊളഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ അടുത്ത നുണ എന്ന് പറയുന്നത് സതീശന്റെ PM-ശ്രീയിൽ ഒപ്പിട്ടിട്ട് LDF സർക്കാർ കുറെ പൈസ വാങ്ങി, എത്രാണ്ട് കോടികൾ, 100 കോടിയുടെ അടുത്ത് വാങ്ങി, അതുകൊണ്ട് ഇനി അത് പിൻവലിക്കാൻ പറ്റില്ല എന്ന അടുത്ത നുണ. അതും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. LDF സർക്കാർ വാങ്ങിയ പൈസ കേരളത്തിന് കേന്ദ്രം തരേണ്ട പൈസയാണ്, അല്ലാണ്ട് PM-ശ്രീയില് ഒപ്പിട്ട് വാങ്ങിയതല്ല. ഒപ്പിട്ട സമയത്തായിരിക്കും ചിലപ്പോൾ തന്നിട്ടുണ്ടാവുക, പറഞ്ഞ മനസ്സിലായ. അപ്പൊ അങ്ങനെ ഒരുപാട് നുണകളും ഹാഫ് ട്രൂത്തുകളും വെച്ചിട്ടാണ് ഈ സതീശൻ ഈ സംഭവം റൺ ചെയ്യണേ, നമുക്ക് പറഞ്ഞ മനസ്സിലായ. അപ്പോ ഈ മുസ്ലിംസിനെ CPM-ന്ന് അകറ്റാൻ വേണ്ടി ഉള്ള ഒരു PR ആയിരുന്നു BJP CPM ഡീലെന്ന്. എന്നിട്ട് ഇപ്പൊ എന്നിട്ട് നടക്കണ UDF ജയിച്ചേ പിന്നെ നടക്കുന്ന കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് ഡീൽ എന്നുള്ളത് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ അതിനുള്ള തെളിവുകളെന്ന് വെച്ചാൽ ഇപ്പൊ UDF-ന് BJP-യുടെ ഡീൽ ഉണ്ടോ എന്ന് ആൾക്കാർക്ക് സംശയം ഉണ്ടാവാനുള്ള പല കാരണങ്ങളുണ്ട്. ഇപ്പോ സതീശൻ റിസൾട്ടിന് തൊട്ട് മുമ്പ് അദാനിനെ പോയി കാണുന്നതും, അല്ലെങ്കിൽ ഇപ്പൊ സതീശന്റെ ഒപ്പമുള്ള ഒരു IAS ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ടോപ്പിലുണ്ടായിരുന്ന ആളാണ്. അപ്പൊ ഇവർ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷനെതിരെ കുറെ സമരമൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ, പറഞ്ഞ മനസ്സിലായില്ലേ. പിന്നെ എന്നിട്ട് B അശോക് IAS, അയാള് BJP ആയിട്ട് ലയിക്കാൻ ചാൻസ് ഉണ്ട് ഭാവിയിൽ, ഉറപ്പല്ല, ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. ആളുടെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായുള്ള കാര്യം അതാ. അപ്പൊ ആ വ്യക്തിനെ IAS-ന്റെ ഇവരുടെ ഗവൺമെന്റിന്റെ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളിലും ഒരു CPM-നെ മാറ്റി അവിടെ BJP-നെ പ്രതിഷ്ഠിക്കാനായിട്ട് UDF അല്ലെങ്കിൽ സതീശന്റെ കോൺഗ്രസ് പണി എടുക്കുന്നുണ്ടോ എന്നൊരു സംശയം മാത്രം. നമുക്ക് അതിനുള്ള വ്യക്തമായ തെളിവുകളല്ല, കുറെ കുറെ സിമിലാരിറ്റീസ് കാണാൻ സാധിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ PM-ശ്രീയുടെ കാര്യമാണ്. അതില് ഈ മലക്കം മറിച്ചിൽ UDF സർക്കാരിന്റെ LDF ആയിരുന്നപ്പോ, അപ്പൊ അതില് LDF സർക്കാർ അന്ന് പറഞ്ഞു എങ്ങനെയും കിട്ടാനുള്ള പൈസ കിട്ടട്ടെ എന്നുള്ള മൈൻഡിലാണ് അന്ന് LDF മുന്നോട്ട് പോയത്. CPI വെറുതെ എതിർത്തു. CPI മണ്ടന്മാരെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് പറയാ. അപ്പൊ അന്ന് അവര് പറഞ്ഞ അതേ കാര്യം ഇപ്പൊ KM ഷാജി അല്ലെങ്കിൽ സതീശൻ പറയണം. അതായത് കേരളത്തിന് കിട്ടേണ്ട പൈസ കിട്ടണല്ലേ, അതാണ് ഇതിനെ LDF സർക്കാരും പറഞ്ഞേ. ഈ BJP കേന്ദ്രം കേരളത്തെ നെരുക്കിക്കൊണ്ടിരിക്കുക, അവർക്ക് ഭരണം കിട്ടണവരെ നെരുക്കും. അത് കോൺഗ്രസ് വന്നാലും LDF വന്നാലും CPM വന്നാലും ആര് വന്നാലും അതിന്റെ ഭാഗമായിട്ട് അന്ന് LDF-കാര് പറയുമ്പോ അപ്പൊ കോൺഗ്രസ്സുകാർ അതിനെ എതിർത്തു. കാരണം ഇവർക്ക് ഭരണം കിട്ടണല്ലോ,
ഇതൊക്കെയാണ് രാഷ്ട്രീയ കളികൾ, അത്ര ഉള്ളൂ. ഈ ഓന്ത് വരെ ഇതിനെയൊക്കെ പതുക്കെ നിറം മാറുള്ളൂ, ഈ കെ എം ഷാജിനെയൊക്കെ പതുക്കെ.